Good morning, students. Welcome to today's class. Today we are discussing about problem based on radix 2 DIF FFT algorithm, that is decimation in frequency domain. Decimation in frequency domain നമ്മുടെ ടു ഔട്ട്പുട്ട്സ് വരുന്നുണ്ട്. ഓക്കെ, ടു ഔട്ട്പുട്ട്സ് വരുന്നത് മാത്രം നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ടു ഔട്ട്പുട്ട് വരുന്ന ഒരു ഔട്ട്പുട്ട് എ പ്ലസ് ബി, നെക്സ്റ്റ് എ മൈനസ് ബി ഇൻറ്റു ഡബ്ല്യു എൻ കെ. ഡി ഐ ടിയിലായിരുന്നെങ്കിൽ എ പ്ലസ് ബിയും എ മൈനസ് ബി ഇൻറ്റു ഡബ്ല്യു എൻ കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഡി ഐ എഫിൽ എ പ്ലസ് ബി, നെക്സ്റ്റ് ഔട്ട്പുട്ട് എ മൈനസ് ബി ചെയ്തതിൻ്റെ ആൻസർ വെച്ചിട്ടാണ് ഡബ്ല്യു എൻ കെയിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതായിരുന്നു ബേസിക് ഡയഗ്രാം. നമ്മൾ അതിൻ്റെ പ്രോബ്ലം നോക്കിയിരുന്നു. ഓക്കെ, പ്രോബ്ലത്തിൽ പിന്നെ വരുമ്പോൾ 4 പോയിന്റ്, അതായത് നമ്മുടെ ഇൻപുട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നാച്ചുറൽ ഓർഡറിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ, ഈവൻ ഓർഡറായിട്ട് ഡിവൈഡ് ചെയ്യാതെ നാച്ചുറൽ ഓർഡർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ ഓർഡറിലല്ല വരിക. ഓക്കെ, സോ ഔട്ട്പുട്ടിൽ എങ്ങനെ വരിക വെച്ചാൽ ഈ ഒരു ബട്ടർഫ്ലൈ ഓഡ് സെക്ഷൻ ആയിട്ടും ഈ ഒരു ഈ ഒരു ബട്ടർഫ്ലൈ ഈവൻ സെക്ഷൻ ആയിട്ടും ഈ ഒരു ബട്ടർഫ്ലൈ ഓഡ് സെക്ഷൻ ആയിട്ടാണ് വരിക. ദാറ്റ് ഈസ് എക്സ് ഓഫ് 0, എക്സ് ഓഫ് 2 അതാണ് ഈവൻ സെക്ഷൻ. ദെൻ എക്സ് ഓഫ് 1, എക്സ് ഓഫ് 3 ആണ് ഓഡ് സെക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ബട്ടർഫ്ലൈ ഡയഗ്രാം ഈവൻ ഫംഗ്ഷൻ എക്സ് ഓഫ് 0, എക്സ് ഓഫ് 2, നെക്സ്റ്റ് എക്സ് ഓഫ് 1, എക്സ് ഓഫ് 3. അപ്പോൾ ഇത് എഴുതുമ്പോൾ ഓർഡർ ആക്കി എഴുതണം. ദാറ്റ് ഈസ് 6 മൈനസ് 2 പ്ലസ് 2 ജെ മൈനസ് 2 മൈനസ് 2 മൈനസ് 2 ജെ. ആ ഒരു രീതിയിലാണ് നമ്മളിത് വരുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ രണ്ട് പ്രോബ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. Then next we have question 1, 2, 3 x of n is equal to 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, അപ്പം നോർമലി നമ്മൾ ഡി ഐ എഫ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻപുട്ട് ഡിവൈഡ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഇൻപുട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡി ഐ ടിത്തെ ലാസ്റ്റ് ഡയഗ്രാമാണ്, ബട്ടർഫ്ലൈ ഡയഗ്രാമാണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷൻ ഒരു ഔട്ട്പുട്ട് എ പ്ലസ് ബി ആണെങ്കിൽ മറ്റേ ഔട്ട്പുട്ട് എ മൈനസ് ബി ഇൻറ്റു, അതായത് ഇവിടെ എൻഡിലാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇൻറ്റു ഡബ്ല്യു എൻ കെ ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് സെക്കൻഡ് കണ്ടീഷൻ. ദെൻ തേർഡ് നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ ഔട്ട്പുട്ട് ഡിസോർഡർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് അത് ആ ഓർഡർ എന്ന് ശരിക്കും പറഞ്ഞുതരാം. ഇതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ഒന്ന് ചെയ്യാം. ഓക്കെ, ഇൻപുട്ട് 1 to 8 കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നത്? 1 പ്ലസ് ദെൻ 5 എന്ന്. ഓക്കെ, 1 + 5 ബട്ടർഫ്ലൈ ഡയഗ്രാം വരക്കാൻ ഇത്രയും നമ്മൾ പ്രോബ്ലം ചെയ്ത് പറയുന്നു വിചാരിക്കുന്നു. ദാറ്റ് ഈസ് ഈ ഫസ്റ്റ് ലൈനും 1, 2, 3, 4 ഫിഫ്ത്ത് ലൈൻ ഇത് കൂടി തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. ഫസ്റ്റും ഫിഫ്ത്തും സെക്കൻഡും സിക്സ്ത്തും അങ്ങനെ. ഓക്കെ, ഫസ്റ്റ് 1, 2, 3, 4, 5 ഫസ്റ്റും ഫിഫ്ത്തും സെക്കൻഡും സിക്സ്ത്തും തേർഡും സെവൻത്തും ഫോർത്തും എയ്ത്തും അങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. സോ 1 + 5 ദാറ്റ് ഈസ് 6. ഇവിടെ വരുമ്പോൾ 1 - 5 ഇൻറ്റു ഡബ്ല്യു 80 ആണ്. സോ -5 ഈസ് -4. -4 ഇൻറ്റു W80 പറഞ്ഞാൽ 1 ആണ്. സോ -4. ഇവിടെ W80, ഹിയർ W81, ഹിയർ W82 ആൻഡ് ഹിയർ W83 എന്ന് വരും. ഓക്കെ, W81 അതിൻ്റെയൊക്കെ വാല്യൂ സെയിം ആസ് ഡി ഐ ടിൻ്റെ പോലെ തന്നെ, കാരണം e⁻j 2π/n ആ ഒരു ഇത് ആണല്ലോ. ഓക്കെ, ദെൻ സെക്കൻഡ് ടേം 2 + 6 ദാറ്റ് ഈസ് 8. ദെൻ 2 - 6 ഇൻറ്റു W8'. ഓക്കെ, സോ അത് നമുക്കൊന്ന് കാണാം. ദാറ്റ് 2 - 6 ഇൻറ്റു W8' എന്ന് പറയുമ്പോൾ 0.707 പ്ലസ് -j 0.707 ആണ്. W81 അല്ല, സോറി, W81. സോ ദാറ്റ് ഈസ് k = 1. ഇത് 2 ഇൻറ്റു -6 വരുമ്പോൾ -4. സോ -4 ഇൻറ്റു 0.707 പ്ലസ് j ഇൻറ്റു -4 ഇൻറ്റു 0.707 വി ഗെറ്റ് -4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ -2.828 ഇവിടെ മൈനസ് വരുന്നുണ്ട്. ആ മൈനസും -4ന്റെ മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 2.828 j എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഹിയർ -2.828 പ്ലസ് 2.828 j എന്ന് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് തേർഡ് 3 ഈ ഒരു വരുന്ന 7. 3 + 7 ദാറ്റ് ഈസ് 10. 3 - 7 ഇൻറ്റു W8² ദാറ്റ് ഈസ് 3 - 7 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് -4. -4 ഇൻറ്റു -j ദാറ്റ് ഈസ് 4j. അങ്ങനെ നമുക്ക് 4j കിട്ടും, കാരണം W8² എന്ന് പറഞ്ഞാൽ -j ആണ്. സോ -4 ഇൻറ്റു -j ദാറ്റ് ഈസ് 4j. ദെൻ നെക്സ്റ്റ് ഈ ലാസ്റ്റ് ടേം ഇത് 4 + 8. 4 + 8 is 12. Then 4 - 8 is -4. -4 ഇൻറ്റു W8³ അപ്പം ഈ ഒരു പോലെ തന്നെയാണ്. സോ -4 ഇൻറ്റു W8³ വരുമ്പോൾ -0.707 -j W8³ ഇത് -4.707 -j 0.707. സോ -4 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 ഇൻറ്റു ഈ മൈനസ് പ്ലസ് ആവും, ഇത് പ്ലസ് ആവും, രണ്ടിലും പ്ലസ് ആവും. സോ 2.828
പ്ലസ് മൈനസ് ഇവിടെ മൈനസ് സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കും. സോ 0.828 2.828 സോ രണ്ടും പ്ലസ് വരും. ഓക്കെ, -4 ഇൻറ്റു ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് -4 ഇൻറ്റു ഇത് മൈനസ് ആണ്. സോ പ്ലസ് 2.828 പ്ലസ് 2.828 ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജ് ഇസ് ഫിനിഷ്ഡ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് രണ്ടിലും സെയിം ആണ്. മറ്റേ 1-ന് 3 2-ന് 4 എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജിൽ 6 പ്ലസ് 10 ദാറ്റ് ഈസ് 16 ആൻഡ് 6 മൈനസ് 10 ഇൻറ്റു W80. 6 minus 10 is -4. Now 8 plus 12 that is 20. 8 minus 12 into W8 square. So 8 minus 12 is -4. -4 into minus j that is 4j. Okay, -4 into minus j എന്ന് പറഞ്ഞാൽ equal to 4j. ഈ term. Then next -4 plus 4j that is -4 plus 4j. അതുപോലെ തന്നെ -4 minus 4j that is -4 minus 4j. അപ്പോൾ ഇവിടെ -4 plus 4j -4 minus 4j. Then next ഈ ഒരു ടേം ആണ്. ഈ ഒരു ടേമിൽ ഇത് പ്ലസ് ഇത് അതിൽ ഓക്കെ -2.828 പ്ലസ് 2.828 plus 2.828. So ഇതിൽ ഫസ്റ്റ് ടേം ഇവിടെ മൈനസ് പ്ലസ് ആയതുകൊണ്ട് അത് 0 ആയിട്ട് പോയി. സോ സെക്കൻഡ് ടേമിൽ 2.828j പ്ലസ് 2.828j ദാറ്റ് ഇസ് ഈക്വൽ ടു 5.656j രണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ ഇത് കിട്ടി. ദെൻ ഈ ഒരു പൊസിഷനിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഇതേ മൈനസ് ഇതാണ് വരുന്നത്. സോ മൈനസ് ആകുമ്പോൾ ഇവിടെയും മൈനസ് വരും. ഇതിൽ രണ്ടും മൈനസ് ടേം വരും. ഓക്കെ, -2.828 minus 2.828j. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ മൈനസ് ആവുമ്പോൾ ഈ കോൺജുഗേറ്റ് ടേം എന്തായി ക്യാൻസൽ ചെയ്ത് പോകും. കാരണം ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് വരും. ഈ മൈനസ് ആവുമ്പോൾ -5.656 വരും ഇൻറ്റു W8². സോ -5.656 ഇൻറ്റു മൈനസ് ജെ പറയുമ്പോൾ മൈനസ് പ്ലസ് ആവും. സോ 5.656j എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഈസ് സെക്കൻഡ് സ്റ്റേജ്. Then we have the third stage that is ഇത് രണ്ടും ബട്ടർഫ്ലൈസ് എടുക്കുക. That is 16 plus 20 that is 36. 16 minus 20 that is -4. Then -4 plus 4j. Okay, then -4 minus 4j. Here -4 ഈ രണ്ട് ടേമും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ -4 അങ്ങനെ ഉണ്ടാവും. ഈ പ്ലസ് ചെയ്യുക ഏത് ഈ കോംപ്ലക്സ് ടേം രണ്ടും പ്ലസ് ചെയ്യുക. ദാറ്റ് ഇസ് 4 plus 5.656 പറയുമ്പോൾ 4 plus 5 9.656 വരും. ഓക്കെ, 9.656j -4 plus 9.656j. ദെൻ നെക്സ്റ്റ് ഇവിടെ വരുമ്പോൾ അത് മൈനസ് ആവും, സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, -5 പോയിന്റ് ആയതുകൊണ്ട് +4 മൈനസ്, അപ്പോൾ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് മൈനസ് വലുതിൻ്റെ ചിഹ്നം ഇടണം. സോ -5 പോയിന്റ് ആയതുകൊണ്ട് -4 - 1.656j. ദെൻ നെക്സ്റ്റ് ഇത് രണ്ടും അതായത് -4jയും ഇതും ഇവിടെയും ജെ വന്നു -4 plus 1.565j വരും. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് പോസിറ്റീവ് സൈൻ ഇടുക. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ മൈനസ് എന്നാ വരിക. സോ ഇവിടെ മൈനസ്, സോ രണ്ടും ആഡ് ചെയ്യണം. ഇത് നെഗറ്റീവ് സൈൻ. സോ -4 - 9.565j. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു, നോർമൽ ഓർഡറിൽ ഇൻപുട്ട് കൊടുത്തുകൊണ്ട് ഔട്ട്പുട്ട് എന്ത് ചെയ്യണം, ഷഫിൾ ചെയ്യണം അല്ലേ, ഓർഡർ ഷഫിൾ ചെയ്യണം. അത് ഷഫിൾ ചെയ്യുന്ന സെൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാം ഇവിടെ കോമ്പിനേഷൻസ് വരുന്നത് ഈ ഒരു സെക്ഷൻ നോക്കിയാൽ മതി. ഇവിടെ 1 ഇപ്പോൾ 0 1 2 x(0), x(1), x(2) ആണെങ്കിൽ x(0) is connected to x(4). ശരിയല്ലേ, x(0), x(1), x(2), x(3), x(4). So x(0) is connected to x(4). x(1) is connected to x(5). x(2) is connected to x(6). x(3) is connected to x(7). ആ ഒരു രീതിയിൽ 1 4 2 5 3 6 4 7 ആ ഒരു രീതിയിലാണ് ഇവിടെ കോമ്പിനേഷൻസ് വരുന്നത്, ബട്ടർഫ്ലൈസിന്റെ കോമ്പിനേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോമ്പിനേഷൻ വി ഹാവ് x(0) കണക്റ്റഡ് ടു x(4). അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഇൻപുട്ട് പറയുമ്പോൾ 36 പറയുമ്പോൾ x(0), ഇതെന്ന് പറയുമ്പോൾ x(4). ഇത് അത്ര ക്ലിയർ അല്ല, എന്നാലും x(0) ആയും ദിസ് ഇസ് x(4). ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബട്ടർഫ്ലൈ x(0), x(4) ആ കോമ്പിനേഷൻ കിട്ടി. നെക്സ്റ്റ് കോമ്പിനേഷൻ കിട്ടണമെങ്കിൽ അതായത് നമ്മൾ ഈവൻ ഓഡ് ഈവൻ ഓഡ് ഈവൻ ഓഡ് ആ ഒരു 4 സംഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. സോ 0യും 4ഉം കോമ്പിനേഷൻ കൊടുത്തു. നെക്സ്റ്റ്
സെക്കൻഡ് ബട്ടർഫ്ലൈ അല്ല നോക്കുന്നത്, ആൾട്ടർനേറ്റ് ആയിട്ട് ബട്ടർഫ്ലൈ. ഈ ഒരു ബട്ടർഫ്ലൈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പോൾ ഈ തേർഡ് ബട്ടർഫ്ലൈ നോക്കാം. തേർഡ് ബട്ടർഫ്ലൈയിൽ ഈ ഫസ്റ്റ് ബട്ടർഫ്ലൈ ഉള്ള രണ്ട് ഇതിനെയും ഒന്ന് ഇൻക്രിമെന്റ് ചെയ്താൽ മതി. സോ എക്സ് ഓഫ് സീറോയും എക്സ് ഓഫ് ഫോറും ആയതുകൊണ്ട് ഇവിടെ വരുന്നത് എക്സ് ഓഫ് സീറോ എന്നുള്ളത് എക്സ് ഓഫ് വൺ ആവും, എക്സ് ഓഫ് ഫോർ എന്നുള്ളത് എക്സ് ഓഫ് ഫൈവ് ആവും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഈ ഒരു ബട്ടർഫ്ലൈ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് ഓഫ് വൺ ഉള്ളത് എക്സ് ഓഫ് ടു ആവും, എക്സ് ഓഫ് ഫൈവ് ഉള്ളത് എക്സ് ഓഫ് സിക്സ് ആവും. ദെൻ ലാസ്റ്റ് ഈ അപ്പറിൽ എക്സ് ഓഫ് ടു എന്നുള്ളത് എക്സ് ഓഫ് ത്രീ ആവും, ലോവറിൽ എക്സ് ഓഫ് ഫൈവ്, എക്സ് ഓഫ് സിക്സ് എന്നുള്ളത് എക്സ് ഓഫ് സെവൻ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പഠിക്കുക. എന്തായാലും ഈ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന സീക്വൻസ് ഞാൻ പറയാം. എക്സ് ഓഫ് സീറോ, ഫസ്റ്റ് ഔട്ട്പുട്ട് ഇസ് എക്സ് ഓഫ് സീറോ, ദെൻ എക്സ് ഓഫ് ഫോർ, എക്സ് ഓഫ് ടു, എക്സ് ഓഫ് സിക്സ്, എക്സ് ഓഫ് വൺ, എക്സ് ഓഫ് ഫൈവ്, എക്സ് ഓഫ് ത്രീ, എക്സ് ഓഫ് സെവൻ. ഈ രീതിയിലാണ് വരിക. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ 0 മുതൽ 7 വരെ ഡയറക്റ്റ് എഴുതണം. അപ്പോൾ ഫസ്റ്റ് എക്സ് ഓഫ് സീറോ എന്ന് പറയുമ്പോൾ 36 എഴുതും. ദെൻ നെക്സ്റ്റ് എക്സ് ഓഫ് വൺ എവിടെ നോക്കും, എക്സ് ഓഫ് വൺ. നെക്സ്റ്റ് -4 പ്ലസ് 9.656 എഴുതും. ദെൻ എക്സ് ഓഫ് ടു -4 പ്ലസ് 4j. ദെൻ എക്സ് ഓഫ് ത്രീ ഇവിടെ വരും, -4 പ്ലസ് 565j. ഓക്കെ, അങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ സൗകര്യത്തിനനുസരിച്ച് പഠിക്കുക. പിന്നെ വേറൊരു എന്താണെന്ന് വെച്ചാൽ അപ്പറിലുള്ള ഇൻപുട്ടുകളൊക്കെ ആദ്യം എഴുതുക, അങ്ങനെയുണ്ട്. ഓക്കെ, സോ അൾട്ടർനേറ്റ് ചെയ്ത് ദാറ്റ് ഈസ് എക്സ് ഓഫ് സീറോ, അൾട്ടർനേറ്റ് ചെയ്ത് എക്സ് ഓഫ് വൺ, അൾട്ടർനേറ്റ് ചെയ്ത് എക്സ് ഓഫ് ടു. ഓക്കെ, എക്സ് ഓഫ് സീറോ എല്ലാത്തിൻ്റെയും അപ്പറിലുള്ള ഔട്ട്പുട്ട് ഫസ്റ്റ് എഴുതുക. അങ്ങനെ രീതി നോക്കുകയാണെങ്കിൽ എക്സ് ഓഫ് സീറോ ഇതിൻ്റെ, പിന്നെ ഒന്ന് ഇടവിട്ടിട്ടാണ് വരിക. ഓക്കെ, ഒന്ന് അൾട്ടർനേറ്റ് ആയിട്ട്. ദെൻ എക്സ് ഓഫ് വൺ, എന്നിട്ട് ഇത് എക്സ് ഓഫ് ടു, ഇതിൻ്റെ അപ്പർ എക്സ് ഓഫ് ത്രീ. അത് കഴിഞ്ഞ് ലോവർ എക്സ് ഓഫ് ഫോർ, ഇതിൻ്റെ ലോവർ എക്സ് ഓഫ് ഫൈവ്, ഇതിൻ്റെ ലോവർ എക്സ് ഓഫ് സിക്സ്, ഇതിൻ്റെ ലോവർ എക്സ് ഓഫ് സെവൻ. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതുപോലെ പഠിക്കുക. എന്നിട്ട് എഴുതുമ്പോൾ എക്സ് ഓഫ് 0, 1, 2, 3 എന്നുള്ള ഓർഡറിൽ എഴുതുക. ഓക്കെ, 36 - 4 പ്ലസ് 9.656 ഇങ്ങനെ ഓർഡറിൽ എക്സ് ഓഫ് എഴുതും. ഓക്കെ, സോ ഡി ഐ ടിയിൽ നമ്മൾ നാച്ചുറൽ ഓർഡറിലല്ല കൊടുത്തത്, അപ്പോൾ ഔട്ട്പുട്ട് ഓർഡറിൽ വന്നു. ഇവിടെ ഇൻപുട്ട് നമ്മൾ ഓർഡറിലാണ് കൊടുക്കുന്നത്, അപ്പോൾ ഔട്ട്പുട്ട് നമ്മൾ ഡിസോർഡറിൽ വരും ഡി ഐ എഫിൽ. ഓക്കെ, ദെൻ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ ഡി എഫ് ടി ഓഫ് ദ ഫോളോയിങ് സീക്വൻസ്, ദാറ്റ് ഈസ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു 1/2 1/2 1/2 1/2 0 0 0 0 യൂസിങ് ഡി ഐ എഫ് 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 ടി. ഓക്കെ, സോ നമ്മൾ കുറച്ച് സ്പീഡിൽ പോവാം. ഇൻപുട്ടുകളൊക്കെ ഡയറക്റ്റ് ആയിട്ട് സീക്വൻസിൻ്റെ ഓർഡറിൽ തന്നെ എഴുതി, ഡിവൈഡ് ഒന്നും ചെയ്തില്ല. 1/2 1/2 4 1/2 4 0. ഓക്കെ, നൗ 1/2 ഇതിലത്തെ ഫിഫ്ത്ത് ടേം. ഓക്കെ, ഇതും 1/2 പ്ലസ് 0 1/2. സോ 1/2 - 0 1/2, 1/2 പ്ലസ് 0 1/2, 1/2 - 0. ഓക്കെ, 1/2 പ്ലസ് 0 1/2, 1/2 - 0 1/2 തന്നെയാണ്, പക്ഷേ ഇൻറ്റു W81 വേണം. സോ 1/2 ഇൻറ്റു W81, that is equal to W81 0.707. That is 1/2 into W81, that is 0.707 minus J 0.707. That is equal to 0.35 minus 0.35J. Okay, അപ്പോൾ ഇവിടെ 0.35 minus 0.35J എന്നുള്ളത് കിട്ടി. Then next തേർഡിൽ 1/2 plus 0, that is 1/2. Then 1/2 minus 0, that is 1/2. 1/2 into ഇവിടെ മൈനസ് ജെ വരും. സോ 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 0.5 ഇൻറ്റു മൈനസ് ജെ, ദാറ്റ് ഇസ് മൈനസ് 0.5J. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടേൺ 1/2. ഓക്കെ, 1/2. ഓക്കെ, ഈ ഇൻപുട്ട് നോക്കാം. ഈ ഇൻപുട്ട് ലാസ്റ്റ് 1/2 പ്ലസ് 0, ദാറ്റ് ഇസ് 1/2. 1/2 മൈനസ് 0, ദാറ്റ് ഇസ് 1/2 ഇൻറ്റു W8 ക്യൂബ്. അപ്പം മറ്റേൻ്റെ ആ സെയിം കേസ് വരും. ദാറ്റ് ഈസ് 1/2 into W8 cube minus 0.707 minus J 0.707. So 0.5 into minus. അപ്പോൾ രണ്ടും മൈനസ് വരുന്ന ടേം വരും. സോ minus 0.35 minus 0.35J. ഓക്കെ, മൈനസ് 0.35 മൈനസ് 0.35J വരും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ടേം വരുന്നത് ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് 1/2 added to this 1/2. 1/2 plus 1/2 is 1. Then 1/2 minus 1/2 is 0. Okay. അതുപോലെ തന്നെ ഇവിടെ വരും 1/2 plus 1/2 is equal to 1. Then 1/2 minus 1/2 is 0. 0 into W2 square, that is minus J, that is also 0. അപ്പോൾ ഇങ്ങനെ 0 ആണ്. ഇവിടെ 1/2 plus minus 0.5J.
സോ 1/2 ആണ് 0.5j ആണ്. സോ 0.5j മൈനസ് 1/2 ആണ് 0.5 ആണ്. സോ 0.5 പ്ലസ് മൈനസ് 0.5j ആണ്. സോ 0.5 മൈനസ് 0.5j എന്ന് വരും. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ 0.5 മൈനസ് മൈനസ്, സോ പ്ലസ് 0.5 വരും. 0.5 പ്ലസ് 0.5 വരും, കാരണം ഈ മൈനസ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ദെൻ നെക്സ്റ്റ് ഈ ഒരു ടേമിൽ ഇതേ പ്ലസ് ഇത് വരും. ഓക്കെ, 0.35 മൈനസ് 0.35j അതുപോലെ തന്നെ 0.35 മൈനസ് 0.35 മൈനസ് 0.35j ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം എന്തായാലും 0 ആയിപ്പോവും. സെക്കൻഡ് ടേം രണ്ടും മൈനസ് ആയതുകൊണ്ട് ആഡ് ചെയ്യാം. മൈനസ് 0.35 മൈനസ് 0.35 വിൽ ബിക്കം മൈനസ് 0.7j. ഓക്കെ, അത് ആഡ് ചെയ്യുമ്പോൾ 0.35 ആഡ് ചെയ്യുമ്പോൾ 0.7 കിട്ടും. സോ മൈനസ് 0.7j കിട്ടി ഈ ഒരു ടേം. ഇനി ഇവിടെ വരുമ്പോൾ ഇവിടെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അപ്പോൾ രണ്ടും എന്തായി പ്ലസ് ആയി. സോ സെക്കൻഡ് ടേം ഇമാജിനറി ടേം 0 ആയിട്ട് പോകും, ഇവിടെ പ്ലസ് ആണ്. സോ 0.35 പ്ലസ് 0.35 വി ഗെറ്റ് 0.7. സോ 0.7 ഇൻറ്റു WH സ്ക്വയർ ആകുമ്പോൾ -j ആണ്. സോ 0.7 ഇൻറ്റു -j മൈനസ് 0.7j. ഓക്കെ, അങ്ങനെ കിട്ടും -0.7j. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ഓക്കെ ആയി. ദെൻ നെക്സ്റ്റ് തേർഡ് സ്റ്റേജ് ചെയ്യാം. So 1 plus 1 that is 2, 1 minus 1 that is 0, 0 plus 0 that is 0, 0 minus 0 that is 0. ഇനി ഇത് 0.5 minus 0.5j plus minus 0.7j ഇത് രണ്ടും ചെയ്യുമ്പോൾ 0.5 അതുപോലെ ഉണ്ടാവും. മൈനസ് മൈനസ് ആകുമ്പോൾ ആഡ് ചെയ്തിട്ട് മൈനസ് ചിഹ്നം കൊടുക്കുന്നു, അല്ലേ, മൈനസ് സൈൻ കൊടുക്കുന്നു. സോ മൈനസ് 0.5 മൈനസ് 1.2j. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ ആകുമ്പോൾ മൈനസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 0.7j എന്നുള്ളത് പ്ലസ് 0.7j ആവും. അപ്പോൾ ഇത് രണ്ട് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് പോസിറ്റീവ് സൈൻ കൊടുക്കും, വലുതിൻ്റെ സൈൻ കൊടുക്കാം. സോ 0.5 പ്ലസ് 0.2j. ഓക്കെ, 0.7 മൈനസ് 0.5 ആണ് 0.2 ആണ്. സോ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് 0.2j, വലിയ സംഖ്യക്ക് പോസിറ്റീവ് ആയതുകൊണ്ട്. ദെൻ നെക്സ്റ്റ് ഇയർ ബട്ടർഫ്ലൈയിൽ 0.5 പ്ലസ് 0.jയും ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാണ്. So this is plus, this is minus. So subtract ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കുക. സോ 0.5 മൈനസ് 0.2j. ഹിയർ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് വരും. സോ ആഡ് ചെയ്യുക. സോ 0.5 പ്ലസ് 1.2j. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. മറ്റേ പോലെ ഇൻപുട്ട് ഓർഡർ ആയി കൊടുത്തുകൊണ്ട് ഔട്ട്പുട്ട് എന്താണ്, ഇൻ ഓർഡർ ആക്കണം, ഡിസോർഡർ ആക്കണം. സോ ദിസ് ഇസ് x of 0, x of 4, x of 2, x of 6, x of 1, x of 5, x of 3, x of 7. ഓക്കെ, അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു 2.5 മൈനസ് 1.2j 0, 0.5 മൈനസ് 0.2j 0, 0.5 പ്ലസ് 0.2j 0, 0.5 പ്ലസ് 1.2j. ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, then moving to the next question, we have x of n is equal to cos n pi by 2 where n equal to 4, capital N equal to 4, find DIF FFT. capital N equal to 4 ആണ്, 4 പോയിന്റ് ആണ്. ഇതിൽ നമുക്ക് എക്സ് ഓഫ് എൻ ഒരു ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3. അപ്പോൾ 4 വാല്യൂസ് മതി. സോ എക്സ് ഓഫ് 0 എന്ന് കൊടുക്കുമ്പോൾ n ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ n in 0 into pi by 2 എന്ന് പറഞ്ഞാൽ 0 വരും. സോ cos 0 we have 1. then n equal to 1 കൊടുക്കുമ്പോൾ cos pi by 2 ആണ്. cos pi by 2 we have 0. when n equal to 2, 2 pi by 2 എന്ന് കിട്ടും. സോ 2 2 ക്യാൻസൽ ചെയ്യുമ്പോൾ cos pi കിട്ടും. cos pi ആണ് cos 180, that is -1. then n equal to 3 എന്ന് പറയുമ്പോൾ cos 3 pi by 2. അപ്പോൾ pi by 2ൻ്റെ എന്ത് മൾട്ടിപ്ലൈ ആണെങ്കിലും cos ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് എക്സ് ഓഫ് എൻ എന്ത് കിട്ടി? എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1 0 -1 0. ഇത് വെച്ചിട്ട് ബട്ടർഫ്ലൈ ഡയഗ്രാം DIF FFT യൂസ് ചെയ്തിട്ട് കാണാം. സോ 1 0 -1 0 ഡയറക്റ്റ് എഴുതി. സോ 2 സ്റ്റേജ് ആയതുകൊണ്ട് ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. സോ 1 പ്ലസ് -1 ദാറ്റ് ഇസ് 0, 1 മൈനസ് -1. So -1 into -1 is +1. So 1 plus 1 equal to 2. 0, then -1, 0, -0, that is 0. So 0 0 2 0 എന്ന് കിട്ടി. ഇതിന് ബട്ടർഫ്ലൈ ഡയഗ്രാം എടുക്കുമ്പോൾ രണ്ട് ഇൻപുട്ട് 0 ആയതുകൊണ്ട് രണ്ട് ഔട്ട്പുട്ട് 0. ഹിയർ 2 plus 0 that is 2. ഹിയർ 2 minus 0 that is 2. ഓക്കെ, അപ്പം നമുക്ക് ഔട്ട്പുട്ട് എക്സ് ഓഫ് 0, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 3 എന്ന് എഴുതും. സോ output x of k is equal to 0 2 0 2. Okay, then next question. Okay, next question ഏകദേശം ഇതുപോലെ തന്നെയാണ്.
2121 തന്നു. വേറെ ഫൈൻഡ് ദ 8 പോയിന്റ് ഡി എഫ് ടി ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിന്റെ 8 പോയിന്റ് ഡി എഫ് ടി കാണാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങനെ പറയുമ്പോൾ 8 പോയിന്റ് ഡി എഫ് ടി പറഞ്ഞിട്ട് ഒരു 3 4 5 വേരിയബിൾ ആണെങ്കിൽ അതിന് ബാക്കി 0 ഇട്ട് എടുത്തിട്ട് നമ്മൾ 8 പോയിന്റ് ആക്കിയാൽ മതി. അപ്പോൾ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2121 0 0 0 4 സീറോസ് ആഡ് ചെയ്തു. സോ നമ്മൾ ഈ ഒരു ഡയഗ്രാമിലോട്ട് കൊടുത്തു. ഇത് നോർമൽ ചെയ്യുന്ന പോലെ തന്നെ 2121 ബാക്കി 0 ആഡ് ചെയ്തു. ഇത് ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടി. ഓക്കെ, that is 2 plus 0 2 minus 0 2. അതുപോലെ തന്നെ 1 plus 0 1. ഓക്കെ, ഇൻറ്റു 0.707 ആകുമ്പോൾ 1 ഇൻറ്റു 0.707 0.707 മൈനസ് ജെ 0.707. ഇവിടെ അതുപോലെ തന്നെ 2 ഇൻറ്റു അങ്ങനെ നമ്മൾ ഇവിടെ കാണുന്ന പോലെ തന്നെ ഇവിടെ സിമ്പിൾ ആണ്, കാരണം 1 ഇൻറ്റു ചെയ്യാണ്ടാവുക. അപ്പോൾ 0.707 ജെയും അതുപോലെ തന്നെ മൈനസ് എന്നാണ് W8 ക്യൂബിൽ വരുന്നത്. ഓക്കെ, എന്നിട്ട് ഈ സെക്കൻഡ് സ്റ്റേജ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാണുന്നു. ദെൻ തേർഡ് സ്റ്റേജ് നോർമൽ രീതിയിൽ കാണുന്നു. ഇത് അതിൻ്റെ അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ നമ്മൾ 4 പോയിന്റ്സ് എന്നിട്ട് 8 പോയിന്റ് കാണുമ്പോൾ സീറോസ് ആഡ് ചെയ്താൽ മതി. നൗ വി ഗെറ്റ് എക്സ് ഓഫ് 0 എക്സ് ഓഫ് 4 അങ്ങനെ ഓർഡർ റിവേഴ്സ് ചെയ്തിട്ട് കണ്ടാൽ മതി. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആപ്ലിക്കേഷൻ ഓഫ് FFT അൽഗോരിതം. FFT അൽഗോരിതത്തിൻ്റെ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ആപ്ലിക്കേഷൻ പറയാം. എഫിഷ്യൻറ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് DFT ഓഫ് 2 റിയൽ സീക്വൻസ്. 2 റിയൽ സീക്വൻസിൻ്റെ DFT എങ്ങനെ കാണുന്നതെന്ന്. ഓക്കെ, 2 റിയൽ സീക്വൻസ് തന്നാൽ അതിന് എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടേഷൻ കാണുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പോർഷൻ, അപ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 റിയൽ സീക്വൻസ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് DFT കാണാമെന്നുള്ളത്. Okay, let us consider that x1 of n and x2 of n are 2 real values sequence of length n. ഒരു ലെങ്ത് n ഉള്ള 2 റിയൽ വാല്യൂസ് ആണ് x1 of n and x2 of n എന്ന് സപ്പോസ് ചെയ്യുക. സോ എക്സ് ഓഫ് എൻ ഈ അങ്ങനെ 2 സീക്വൻസ് നമുക്ക് റിയൽ വാല്യൂ സീക്വൻസ് തന്നാൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ റിയൽ വാല്യൂ സീക്വൻസ് കൊണ്ട് നമുക്ക് ഒരു എക്സ് ഓഫ് എൻ എന്നുള്ള സീക്വൻസ് ഉണ്ടാക്കാം. ദാറ്റ് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു x1 of n പ്ലസ് ജെ x2 of n. അപ്പോൾ ഈ റിയൽ വാല്യൂ 2 റിയൽ വാല്യൂ സീക്വൻസ് യൂസ് ചെയ്തിട്ട് DFT എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സീക്വൻസ് ആക്കി മാറ്റാം. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ ആണ്. സോ 2 റിയൽ സീക്വൻസ് യൂസ് ചെയ്തിട്ട് DFT കമ്പ്യൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് റിയൽ സീക്വൻസ് 2 തരും, x1 of n x2 of n. ഫ്രം ദീസ് x1 of n and x2 of n we have to find x of n. So x of n is equal to x1 of n പ്ലസ് ജെ x2 of n. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, x1 of n x2 of n നമുക്ക് തന്നാൽ അതിൽ നിന്ന് നമ്മൾ x of n എങ്ങനെ കാണാം? ദാറ്റ് ഈസ് x1 of n പ്ലസ് ജെ x2 of n എന്ന് കാണാം. എന്നിട്ട് x of n യൂസ് ചെയ്തിട്ട് നമുക്ക് x of k ഒക്കെ കാണാം. x of k എന്ന് നമുക്ക് x1 of k നും x2 of k നും സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, x of n എന്ന് നമ്മൾ എന്ത് ചെയ്യാം? നോർമൽ നമ്മുടെ DFT മെത്തേഡ് യൂസ് ചെയ്തിട്ട് x of k കണ്ടുപിടിക്കാം. x of k എന്ന് നമുക്ക് എന്ത് ചെയ്യാം? x1 of k x2 of k സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ പ്രോബ്ലം ചെയ്യുന്നത്. സോ DFT ലീനിയർ ആയതുകൊണ്ട് ഇതിൻ്റെ സെയിം DFT എന്ന് പറഞ്ഞാൽ x of k എന്ന് പറഞ്ഞാൽ ലീനിയർ ആയതുകൊണ്ട് ഡയറക്റ്റ് DFT എടുത്താൽ മതി. x1 of n ന്റെ DFT x1 of k, x2 of n ന്റെ DFT x2 of k. ഓക്കെ, ദിസ് ഇസ് ദ DFT ഓഫ് x of n. ദെൻ ഫ്രം ഇക്വേഷൻ 1, ഈ ഒരു ഇക്വേഷൻ 1 നിന്ന് നമുക്ക് x1 of n ഉം അതുപോലെ തന്നെ x2 of n ഉം കാണാനുള്ള ഇക്വേഷൻ. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നാൽ ഇതിന്ന് x1 of n ഉം x2 of n എങ്ങനെ കാണാൻ നോക്കാം. x1 of n is equal to x of n ന്റെ ടേമിൽ. ഓക്കെ, x1 of n x2 of n തന്നാൽ നമുക്ക് x of n എങ്ങനെ കാണാം? ഇങ്ങനെ കാണാം, x1 of n പ്ലസ് ജെ x2 of n എന്നുള്ള രീതിയിൽ കാണാം. ഇനി അതല്ല, നമുക്ക് ഈ ഒരു ഇക്വേഷൻ തന്നാൽ എക്സ് ഓഫ് എന്നിന്റെ ടേമിൽ എങ്ങനെയാണ് x1 of n ഉം x2 of n ഉം കാണാൻ നോക്കുക. സോ x1 of n ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് n പ്ലസ് എക്സ് കോൺജുഗേറ്റ് ഓഫ് n ബൈ 2. അപ്പോൾ ഇത് മാത്തമാറ്റിക്സിലുള്ള നോർമൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. x1 of n കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് n പ്ലസ് എക്സ് കോൺജുഗേറ്റ് ഓഫ് n ബൈ 2 ആണ്. സോ കോംപ്ലക്സ് ടേമിലുള്ള x2 of n കാണണമെങ്കിൽ x2 of n is equal to x of n minus x conjugate of n by 2j എന്ന് കൊടുക്കണം. ഓക്കെ, ഇവിടെ ബൈ 2 ആണെങ്കിൽ ഇവിടെ ബൈ 2j. x2 of n can be calculated by x of n minus x conjugate of n by 2j. ഓക്കെ, നൗ നെക്സ്റ്റ് ഈ ഒരു അതുപോലെ തന്നെ അപ്പോൾ ഇത് വെച്ചിട്ട് കണ്ടാലും മതി. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? x1 of k യും x2 of k യും കാണാം. ഓക്കെ, സോ x1 of n ന് പകരം x1 of k is equal to that is 1/2 into x of n ന് പകരം x of k plus x conjugate of n നെ നമുക്ക് ഫ്രീക്വൻസി ഡൊമൈനിൽ എഴുതുമ്പോൾ
നമുക്ക് കോംപ്ലക്സ് കോൺജുഗേറ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എക്സ് കോൺജുഗേറ്റ് ഓഫ് എന്നിന് എങ്ങനെ എഴുതാം? എക്സ് കോൺജുഗേറ്റ് ഓഫ് എൻ മൈനസ് കെ എഴുതാം അല്ലേ? അതുപോലെ തന്നെ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1/2j ഇൻറ്റു എക്സ് ഓഫ് എന്നിന് എക്സ് ഓഫ് കെ മൈനസ് എക്സ് കോൺജുഗേറ്റ് ഓഫ് എന്നിന് എക്സ് കോൺജുഗേറ്റ് ഓഫ് എൻ മൈനസ് കെ അങ്ങനെ എഴുതാം. സോ ഈ x1 ഓഫ് എന്നിനും x2 ഓഫ് എന്നിനും ഞാൻ ഫ്രീക്വൻസി ഡൊമൈനിലായിട്ട് കൺവേർട്ട് ചെയ്തു. സോ കോംപ്ലക്സ് കോൺജുഗേറ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് വി ഹാവ് എക്സ് കോൺജുഗേറ്റ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് കോൺജുഗേറ്റ് ഓഫ് എൻ മൈനസ് കെ. ഇവിടെ ഈ ഒരു ഡിഫറൻസേ ഉള്ളൂ. x1 ഓഫ് എൻ എന്ന് പറഞ്ഞാൽ x1 ഓഫ് n എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എൻ പ്ലസ് എക്സ് കോൺജുഗേറ്റ് ഓഫ് n/2. എന്നാൽ x1 ഓഫ് കെ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു സെയിം ആണ് എക്സ് ഓഫ് എന്നിന് പകരം എക്സ് ഓഫ് കെ പ്ലസ് എക്സ് കോൺജുഗേറ്റ് ഓഫ് എന്നിന് പകരം എക്സ് കോൺജുഗേറ്റ് ഓഫ് എൻ മൈനസ് കെ എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ഇവിടെ സെയിം തന്നെ അതുപോലെ തന്നെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് 2 റിയൽ സീക്വൻസ് തന്നാൽ നമ്മൾ അതിൻ്റെ DFT കാണുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ഒന്ന് നോക്കാം. ഓക്കെ, ഡിഫൈൻ ഓർ ഡിറ്റർമൈൻ ദ DFT ഓഫ് 2 റിയൽ സീക്വൻസസ് യൂസിങ് ഓൺലി ഓൺ FFT ഫ്ലോ ഗ്രാഫ്. FFT ഫ്ലോ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതായത് 2 റിയൽ സീക്വൻസിന്റെ DFT കാണാറുണ്ട്. ഈ ഒരു മെത്തേഡിൽ തന്നെ കാണണം. സോ വി ഹാവ് ഗിവൺ x1 ഓഫ് n ഈക്വൽ ടു 1 1 1 1 ക്വസ്റ്റ്യനിൽ തരും. x2 ഓഫ് n ഇസ് ഈക്വൽ ടു 2 1 2 1. അപ്പോൾ ഈ x1 ഓഫ് n ഉം x2 ഓഫ് n നമുക്ക് എന്ത് കാണും? x ഓഫ് n കാണും. സോ x ഓഫ് n ഇസ് ഈക്വൽ ടു വി ഹാവ് x1 ഓഫ് n പ്ലസ് j ഇൻറ്റു x2 ഓഫ് n. സോ x ഓഫ് n ഇസ് ഈക്വൽ ടു 1 പ്ലസ് 2j 1 പ്ലസ് j 1 പ്ലസ് 2j 1 പ്ലസ് j. ഓക്കെ, അപ്പോൾ അതായത് ഇതിലത്തെ ഫസ്റ്റ് ടേമും ഇതിലത്തെ ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് 1 ഇത് റിയൽ ടേം ആണ്. സോ 1 പ്ലസ് ഇത് ഇമാജിനറി ടേം ആണ്. സോ 1 പ്ലസ് 2j, ദെൻ നെക്സ്റ്റ് ടേം 1 പ്ലസ് 1j, ദെൻ നെക്സ്റ്റ് ടേം 1 പ്ലസ് 2j, ദെൻ നെക്സ്റ്റ് ടേം 1 പ്ലസ് 1j. അപ്പോൾ നമുക്ക് എക്സ് ഓഫ് എൻ നമുക്ക് കിട്ടി. ഇനി എക്സ് ഓഫ് എൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ് ഓഫ് കെ കാണാം. എക്സ് ഓഫ് കെ നമുക്ക് DIT യൂസ് ചെയ്തിട്ട് കാണാം. ഓക്കെ, DFT ആണ്. DIT ആണെങ്കിലും DFT ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. DIF ആണെങ്കിലും DIT ആണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ബൈ യൂസിങ് ഓൺലി 50 ഫ്ലോ ഗ്രാഫ് ആയത് നമുക്ക് DIT യൂസ് ചെയ്തിട്ട് കാണാം. എക്സ് ഓഫ് കെ നമുക്ക് DIT യൂസ് ചെയ്തിട്ടും DIF യൂസ് ചെയ്തിട്ട് കാണാം. ഇവിടെ നമ്മൾ DIT യൂസ് ചെയ്തിട്ട് കണ്ടാൽ മതി. ഓക്കെ, സോ DIT യൂസ് ചെയ്തിട്ട് കാണുമ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റെപ്പ് ഈവണും ഓടും ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സോ എക്സ് ഓഫ് ഈവൺ ഓഫ് n എന്ന് പറയുമ്പോൾ 1 പ്ലസ് 2j 1 പ്ലസ് 2j, എക്സ് ഓഫ് ഓഡ് ഓഫ് n എന്ന് പറയുമ്പോൾ 1 പ്ലസ് j 1 പ്ലസ് j. ഓക്കെ, ഈവൺ ഓഫ് n അങ്ങനെ എഴുതുന്നു, ഓഡ് ഓഫ് n അങ്ങനെ എഴുതുന്നു. സോ 1 പ്ലസ് 2j 1 പ്ലസ് 2j ഈവൺ ഓഫ് n രണ്ടും അടുപ്പിച്ച് എഴുതുക. ദെൻ ഓഡ് ഓഫ് n രണ്ടും അടുപ്പിച്ചിട്ട് ദാറ്റ് ഈസ് 1 പ്ലസ് j 1 പ്ലസ് j. ഓക്കെ, ഇതിൽ നിന്ന് ബട്ടർഫ്ലൈ ഡയഗ്രാം കൊടുക്കാം. ദാറ്റ് ഈസ് ഇവിടെ W4 ബിൻ്റെ കൂടെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, നൗ ഇതെടുക്കാം. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു W4 എന്നാ വരുന്നത്. സോ ഇതേ പ്ലസ് ഇതേ W4 0 0 1 ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇത് രണ്ട് ആഡ് ചെയ്ത് 1 പ്ലസ് 2j പ്ലസ് 1 പ്ലസ് 2j 2 പ്ലസ് 4j. ഓക്കെ, ഇനി 1 പ്ലസ് 2j മൈനസ് 1 മൈനസ് 2j മൈനസ് 1 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. രണ്ട് 3 മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 1 മൈനസ് 2j കിട്ടും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. അതുപോലെ തന്നെയാണ് ഇവിടെ വരിക. 1 പ്ലസ് j പ്ലസ് 1 പ്ലസ് j 2 പ്ലസ് 2j എന്ന് വരും. ഇത് രണ്ടും സബ്സ്ട്രാക്ട് ചെയ്ത് ഇവിടെ 0 എന്ന് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ഒരു കേസിൽ ഇതും കൂടി ആഡ് ചെയ്യണം. W4 0 ആയതുകൊണ്ട് 1 ആണ്. അപ്പോൾ ഇത് ഇതിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 പ്ലസ് 2j ഇൻറ്റു W4 0 ഇസ് ഈക്വൽ ടു 2 പ്ലസ് 2j. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ 4 പ്ലസ് 6j 2 പ്ലസ് 4j പ്ലസ് 2 പ്ലസ് 2j വി ഗെറ്റ് 4 പ്ലസ് 6j. അപ്പോൾ 4 പ്ലസ് 6j കിട്ടി. ഇനി ഈ ഒരു ഔട്ട്പുട്ട് നോക്കാം. ഓക്കെ, 2 പ്ലസ് 4j മൈനസ് 2 മൈനസ് 2j. സോ 2 മൈനസ് 2 0 ആയിപ്പോയി. 4j മൈനസ് 2j വി ഗെറ്റ് 2j. ഓക്കെ, അങ്ങനെ 2j കിട്ടി. ഇവിടെ 0 ആണ്. സോ ഇവിടെ 0 ആണ്. സോ ഇവിടെ 0. ഓക്കെ, ഇവിടെ DIT ആയതുകൊണ്ട് ഡയറക്റ്റ് എഴുതാം. സോ എക്സ് ഓഫ് കെ ഈക്വൽ ടു 4 പ്ലസ് 6j 0 2j 0 എന്ന് കിട്ടി എക്സ് ഓഫ് കെ. ഇതിൽ നിന്ന് നമുക്ക് x1 ഓഫ് കെനും x2 ഓഫ് കെനും കാണാം. ഓക്കെ, ദെൻ x1 ഓഫ് കെ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് കെ കിട്ടിയ പിന്നെ നമുക്ക് തന്നെ x1 ഓഫ് n x2 ഓഫ് n തന്നു. അതിന് x ഓഫ് n കണ്ടു. x ഓഫ് n നമ്മൾ x ഓഫ് കെ കണ്ടു. ഇനി x ഓഫ് കെ നമുക്ക് x1 ഓഫ് n x2 ഓഫ് n കാണാം. x1 ഓഫ് കെ കാണാനുള്ള ഇക്വേഷൻ 1/2 x ഓഫ് കെ പ്ലസ് എക്സ് കോൺജുഗേറ്റ് ഓഫ് n മൈനസ് കെ ആണ്. ദാറ്റ് ഈസ് 1/2 x ഓഫ് കെ പ്ലസ് എക്സ് കോൺജുഗേറ്റ് ഓഫ് n മൈനസ് കെ നമുക്ക് എന്തെടുക്കാം? എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ ഓർ n വിത്ത് പീരിയഡ് n. ഇത് രണ്ടും ഈക്വൽ ആണ്. നമ്മൾ ഒരു പ്രോപ്പർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട് എക്സ് ഓഫ് n മൈനസ് കെ പീരിയോഡിക് ആയതുകൊണ്ട് തന്നെ എക്സ് ഓഫ് n മൈനസ് കെ ഈക്വൽ ടു എക്സ് കോൺജുഗേറ്റ് ഓഫ് n മൈനസ് കെ ഈക്വൽ ടു എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ.
അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് കാണാം. എക്സ് ഓഫ് കെനെ നമുക്ക് സർക്കുലർ മെത്തേഡിൽ നമ്മൾ എങ്ങനെ കാണാം, എക്സ് ഓഫ് കെനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്ത് എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3. സോ എക്സ് ഓഫ് 0 ഈസ് 4 + 6j. അതിവിടെ എഴുതി ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ 4 + 6j. എക്സ് ഓഫ് 1 എന്ന് പറയുമ്പോൾ 0, എക്സ് ഓഫ് 2 എന്ന് പറയുമ്പോൾ 2j, എക്സ് ഓഫ് 3 പറയുമ്പോൾ 0. ഓക്കെ, സോ എക്സ് ഓഫ് കെ നമ്മൾ കണ്ടു. നമുക്ക് എക്സ് ഓഫ് കെ ആണോ കണ്ടത്? അല്ല, എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ ആണ്. ഇനി എക്സ് ഓഫ് കെ കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സ് ഓഫ് മൈനസ് കെ കണ്ടിട്ട് അതിന്റെ കോൺജുഗേറ്റ് എടുത്താൽ മതി. ഓക്കെ, നൗ എക്സ് ഓഫ് മൈനസ് കെ കാണാം. എക്സ് ഓഫ് മൈനസ് കെ കാണാന്ന് പറയുമ്പോൾ ഇതിന്റെ കോൺജുഗേറ്റ് ഒക്കെ എന്ത് ചെയ്യണം? ഇതിന് നെഗറ്റീവ് എടുക്കുക പറയുമ്പോൾ പോസിറ്റീവ് ഉള്ളത് എന്താവും? നെഗറ്റീവ് ആവും. ഓക്കെ, സോറി, ഇവിടെ മൈനസ് കെ അല്ല, എക്സ് കോൺജുഗേറ്റ് ഓഫ് കെ ആണ് എടുക്കുന്നത്. ഓക്കെ, ഇതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, സോറി. ദിസ് ഇസ് എക്സ് കോൺജുഗേറ്റ് ഓഫ് കെ. എക്സ് കോൺജുഗേറ്റ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ഇമാജിനറി പാർട്ട് നെഗറ്റീവ് ആവും. ഓക്കെ, സോറി, എക്സ് കോൺജുഗേറ്റ് ഓഫ് കെ ആണ്. ദിസ് ഇസ് ഫോൾസ് കേട്ടോ. എക്സ് മൈനസ് കെ അല്ല, നമ്മൾ എക്സ് കോൺജുഗേറ്റ് ഓഫ് കെ കണ്ടിട്ട് എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ കാണും. സോ എക്സ് കോൺജുഗേറ്റ് ഓഫ് കെ എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് 0 എന്തായി മാറും? 4 - 6j ആവും. സോ എക്സ് ഓഫ് 1 0 ആയതുകൊണ്ട് 0 തന്നെ. 2j എന്നുള്ളത് -2j എന്നാവും. മൈനസ് ചെയ്യുന്നുള്ളൂ. സോ -2j ആണ് കേട്ടോ വരുന്നത്. സോ എക്സ് ഓഫ് 0 എന്നുള്ളത് 0 ആണ്. സോ 4 - 6j 0 - 2j 0. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യണം. ഇപ്പോൾ റിവേഴ്സ് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് ഉള്ള ഈ ഒരു സംഭവത്തിന്, ഈ സെയിം ആൻസറിനെ ആന്റി ക്ലോക്ക് വൈസിൽ റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. സോ -k റെപ്രസെന്റിങ് ക്ലോക്ക് വൈസ്. ഈ -k ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? കോൺജുഗേറ്റിനെ നമുക്ക് ക്ലോക്ക് വൈസിൽ റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് ക്ലോക്ക് വൈസിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എക്സ് ഓഫ് 0 ഇവിടെ വരും, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3 അങ്ങനെ വരാം. ദാറ്റ് ഈസ് എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3. എക്സ് ഓഫ് 0 ആണ് 4 - 6j ആണ്. എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. എക്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ -2j. ഇവിടെ 2 എന്ന് എഴുതാൻ വിട്ടുപോയതാണ്. സോ -2j. ഇവിടെ എക്സ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റിവേഴ്സ് ചെയ്ത് ക്ലോക്ക് വൈസ് എഴുതി. സോ വി ഹാവ് എക്സ് ഓഫ് കെ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇതിൽ നിന്ന് എക്സ് ഓഫ് കെ നമുക്ക് വന്നിട്ട് 4 - ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് കെ നമുക്ക് ഓൾറെഡി അറിയാം. എക്സ് ഓഫ് കെ ഈസ് ഈക്വൽ ടു 4 + 6j 0 2j 0 എന്ന് കൊടുത്തു. ഇനി എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ ദാറ്റ് ഈസ് 4 - 6j then 0 - 2j 0. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ കോൺജുഗേറ്റിൽ മാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ. സോ എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ എന്ന് കൊടുത്താൽ 0 0 അതുപോലെ തന്നെ 4 - 6jയും -2jയും വരും. ഓക്കെ, അപ്പം നമുക്ക് എക്സ് ഓഫ് കെയും എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെയും കിട്ടി. ഇനി നമുക്ക് x1ഉം x2 കണ്ടുകൂടെ? സോ x1 കാണാനുള്ള ഇക്വേഷൻ എക്സ് ഓഫ് കെയും കാണണം, എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെയും കാണണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കിട്ടിയാൽ x1 ഓഫ് കെയും x2 ഓഫ് കെയും കാണാം. 1/2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 1/2 ഇൻറ്റു എക്സ് ഓഫ് കെ പ്ലസ് എക്സ് കോൺജുഗേറ്റ് ഓഫ് മൈനസ് കെ. ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് രണ്ടും ആഡ് ചെയ്യണം. സോ 1/2 ഇൻറ്റു 4 + 6j പ്ലസ് 4 - 6j പ്ലസ് 6j -j 6j ക്യാൻസൽ ചെയ്ത് പോകും. സോ 4 + 4 we get 8. ഇവിടെ 0 ആയതുകൊണ്ട് 0 പ്ലസ് 2j - 2j ആഡ് ചെയ്ത 0 0. സോ we get 1/2 800. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിവൈഡ് ബൈ 2 ചെയ്ത 4000 കിട്ടി x1 ഓഫ് കെ. അതുപോലെ തന്നെ x2 ഓഫ് കെ നമുക്ക് കാണണം. x2 ഓഫ് കെ എന്ന് പറയുമ്പോൾ 1/2j ഇൻറ്റു ഇത് രണ്ടും എന്ത് ചെയ്യണം? മൈനസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, x2 ഓഫ് കെ കാണണമെങ്കിൽ 1/2j ഇൻറ്റു ഇത് രണ്ട് മൈനസ് ചെയ്യണം. സോ ഇത് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ -4 + 6j ആണ് വരുന്നത്. സോ 4 - 4 0 വരും. 6j + 6j വിൽ ബിക്കം 12j. 0 - 0 0. ഇവിടെ മൈനസ് വരുമ്പോൾ ഇത് പ്ലസ് ആവും. സോ 2j + 2j ദാറ്റ് ഈസ് 4j 0 0. ഇവിടെ ഡിവൈഡ് ബൈ 2j കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2j കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ 6 0 2 0 6020. അപ്പോൾ x1 ഓഫ് കെയും x2 ഓഫ് കെയും കിട്ടി. ഓക്കെ, അപ്പോൾ x1 ഓഫ് എന്നിൻ്റെയും x2 ഓഫ് എന്നിൻ്റെയും DFT കണ്ടില്ലേ? x1 ഓഫ് എന്നിൻ്റെ DFTയും കണ്ടു, ദാറ്റ് ഈസ് x1 ഓഫ് കെ. x2 ഓഫ് എന്നിൻ്റെ DFT കണ്ടു, ദാറ്റ് ഈസ് x2 ഓഫ് കെ. സോ സ്റ്റെപ്പ് നമുക്ക് x1 ഓഫ് n x2 ഓഫ് n തരുമ്പോൾ അതിനെ കമ്പൈൻ ചെയ്ത് x ഓഫ് n ആക്കി എഴുതുക. എന്നിട്ട് DIT മെത്തേഡ് യൂസ് ചെയ്ത് x ഓഫ് കെ കാണാം. ഈ x ഓഫ് കെ എന്ന് x ഓഫ് - k കോൺജുഗേറ്റ് കണ്ടിട്ട് അതിൽ നിന്ന് x1 ഓഫ് കെയും x2 ഓഫ് കെയും കാണാം. സോ x1 ഓഫ് എന്നിൻ്റെ കോൺജുഗേറ്റ് x1 ഓഫ് കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ x2 ഓഫ് ന്റെ കോൺജുഗേറ്റ് അല്ല, സോറി, DFT x2 ഓഫ് കെയും കിട്ടി. സോ ലാസ്റ്റ് x1 ഓഫ് കെ ആൻഡ് x2 ഓഫ് കെ നമുക്ക് റിസൾട്ട് കിട്ടി. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഓക്കെ,
Thank you. Have a nice day.